പുസ്തക വിതരണത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പുസ്തക അച്ചടി പൂർത്തീകരിക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അച്ചടി പൂർത്തീകരിക്കാൻ വൈകുമ്പോൾ അത് വിതരണത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പരിശോധിച്ചത് ആ കാര്യമാണ്. ഈ അധ്യയന വർഷം സുഗമമായി തുടങ്ങണമെങ്കിൽ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തണം. അപ്പോൾ അന്ന് അവിടെ നിന്ന് ബന്ധപ്പെട്ടവർ 2-3 തവണ നമ്മൾ വിളിച്ചു ചേർത്തു. അതിലുണ്ടാക്കിയ ഒരു ധാരണ കൃത്യമായി ഈ 29-നകം എല്ലാ സ്കൂളുകളിലും, ഇത് 2-3 ഘട്ടമായിട്ടാണ് പുസ്തകങ്ങൾ എത്തുക, 29-നകം എല്ലായിടത്തും പുസ്തകം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചെക്കിംഗ് നടത്തിയാണ്, റാൻഡം ചെക്കിംഗ്. മലപ്പുറത്തെ ഈ ബുക്ക് ഡിപ്പോയിൽ നിന്ന് എങ്ങനെയാണ് പുസ്തകങ്ങൾ അവിടെ എത്രത്തോളം എത്തി, എത്ര അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയത്. അപ്പം ഇനി വളരെ കുറച്ച് മാത്രമേ എത്താനുള്ളൂ. അപ്പോൾ ഇന്നും രാവിലെ ഒരു ലോഡ് വന്നു അല്ലേ, 1,00,000 പുസ്തകം ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നത് വിവിധ സൊസൈറ്റികളിലേക്കായിട്ടത് പോകുന്നുണ്ട്. സൊസൈറ്റികൾ തന്നെ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ അത് DDയുടെ ഒരു വിലയിരുത്തൽ ഈ രീതിയിൽ പോയാൽ 30-ാം തീയതിക്ക് മുമ്പ് ഈ ജില്ലയിൽ ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും സമയത്തിന് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മറ്റ് ജില്ലകളും ഇതേപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു കാര്യമായ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു ചുമതല അത് തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ പുതിയ പുസ്തകം എത്തണം. ഇപ്പം അത് ആ കാര്യത്തിൽ സംതൃപ്തിയാണുള്ളത്. എന്നിരുന്നാലും കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടി അത് എത്തുമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇത് പ്രിന്റ് ചെയ്യുന്ന സ്ഥലം KPBS എറണാകുളത്ത് നിന്ന് 3,50,000 പുസ്തകമാണ് നമ്മുടെ കണക്ക് പ്രകാരം മൂവ് ചെയ്യേണ്ടത്. അത് ഇന്നലെ മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ പകുതിയൊക്കെ ഉള്ള ദിവസമുണ്ട്. ഇനിയുള്ള ദിവസവും ഇത്ര തന്നെ പോകണം, എന്നാലേ ഈ 30-ാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തിയാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു കണക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് എല്ലാ അർത്ഥത്തിലും പരിശോധിക്കുന്നുണ്ട്. എത്ര ശതമാനം പൂർത്തിയായിട്ടുണ്ട് പ്രിന്റിംഗ് ഇതുവരെ? ആവശ്യമുള്ളതിന്റെ 50%-ലധികം പ്രിന്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് അതിപ്പോൾ 3 ദിവസം മുമ്പാ, അന്ന് 50% ആയിട്ടുണ്ട്. അത് സ്കൂളുകളുടെ ഫിറ്റ്നസ്, അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനൊക്കെ കൃത്യമായ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കിലെ ഒരു അപകടം ഉണ്ടായിരുന്നില്ല, അവിടെ ആ സ്കൂൾ അധ്യാപകരെയൊക്കെ വീണ്ടും നിയമിച്ചോ? അവിടുത്തെ സ്ഥിതി എന്താണ്? അധ്യാപക നിയമനം കഴിഞ്ഞു. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തയുണ്ടായിരുന്നല്ലോ. അതൊരു ദാരുണമായൊരു സംഭവമാണ്. നമ്മളെയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു സംഗതിയാണ്. അവിടെ ചില പ്രത്യേക നടപടികൾ വേണ്ടിവരും. അവിടുത്തെ MLA ഒക്കെ ആയിട്ട് ശ്രീ മഞ്ചലാംകുടിയേലിയാണ്, അദ്ദേഹമൊക്കെ ആയിട്ട് ആലോചിച്ച് ആ സ്കൂളിലെ ഒരു കുട്ടികളുടെ ഒരു മാനസിക പ്രശ്നം, മറ്റ് സഹ അധ്യാപകർക്കുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അവരെ ഒരു മാനസികമായി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങൾ കൂടി വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.